നമസ്കാരം. ഒരു വീട്ടിലേക്ക് മഹാലക്ഷ്മി ദേവി പ്രവേശിക്കുന്നത് വീടിന്റെ പ്രധാന വാതിലിലൂടെയാകുന്നു. ഇതിനാൽ പ്രധാന വാതിലിന് അത്രമേൽ പ്രാധാന്യം സനാതന ധർമ്മത്തിൽ നൽകിയിരിക്കുന്നതാകുന്നു. ഒരു വീട്ടിലെ കട്ട്ളവയ്പിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതും ഇതിനാൽ കൂടിയാണ്. ഒരു വീടിന്റെ ദർശനവുമായി ബന്ധപ്പെട്ടും ആ വീട്ടിൽ എപ്രകാരം ഒരു വ്യക്തി ജീവിക്കും എന്നതിനെക്കുറിച്ചും വാസ്തുവിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. കാരണം ഒരു വീട്ടിൽ ഈശ്വരാധീനം പ്രധാന വാതിലിലൂടെ പ്രവേശിക്കുകയും ആ വീട്ടിൽ ഊർജ പ്രവാഹം ബാലൻസ് ചെയ്യാനുമായി ബന്ധപ്പെട്ട് വിവിധ ഫലം പരാമർശിക്കുന്നതുമാണ്. ഇതുപോലെ തന്നെ വീടിന്റെ പുറകുവശത്തും നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പുറകുവശത്ത് വാതിൽ ഉണ്ട് എങ്കിൽ ഇതിലൂടെ മൂദേവി പ്രവേശിക്കാം എന്ന വിശ്വാസവും നിലനിൽക്കുന്നതാകുന്നു. ഇതിനാൽ പുറകുവശത്തെ വാതിലിൽ സന്ധ്യയ്ക്ക് അടച്ചിടണം എന്നാണ് പറയുക. കൂടാതെ വീട്ടിൽ സർവ്വ ഐശ്വര്യം നിലനിൽക്കുവാൻ ചില കാര്യങ്ങൾ പുറകുവശത്ത് ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. വീടിന്റെ പുറകുവശം എപ്പോഴും വൃത്തിയായി തന്നെ പരിപാലിക്കേണ്ടത് അനിവാര്യമാണ്. വൃത്തിയായി തന്നെ നിങ്ങൾ സൂക്ഷിക്കുക. ത്രിസന്ധ്യ നേരത്ത് ഒരിക്കലും നിങ്ങൾ ഒരു കാരണങ്ങൾ കൊണ്ടും പുറകുവശത്തെ തീ കൂട്ടി കത്തിക്കുവാൻ പാടുള്ളതല്ല. അത് വളരെ ദോഷകരമായ ഒരു കാര്യമാണ്. അനാവശ്യ സാധനങ്ങൾ ഒരിക്കലും കൂട്ടിയിടരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വീടിന്റെ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന അനുകൂല ഫലങ്ങൾ തന്നെ വീടിന്റെ പുറകുവശത്തെ വാതിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അനാവശ്യ സാധനങ്ങൾ കൂട്ടിയിടുന്നത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. വീടിന്റെ പുറകുവശത്തെ വാതിലിൽ ഒരിക്കലും പൊടി പിടിക്കുകയോ അല്ലെങ്കിൽ ചിലന്തി വല ഉണ്ടാകുവാനോ പാടുള്ളതല്ല. അത് വാതിൽ തന്നെ ആകണം എന്നില്ല. ജനലാണ് എങ്കിലും ഇത്തരത്തിൽ വരുന്നത് ശുഭകരമല്ല. എപ്പോഴും പുറകുവശത്തെ ജനൽ വാതിൽ വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ചെരുപ്പ് വയ്ക്കുന്നു എങ്കിൽ ഇടതുവശത്തായി ഓർഡറിൽ വയ്ക്കേണ്ടത് അനിവാര്യമാണ്. രണ്ട് ചെരുപ്പും ഒരേപോലെ തന്നെ വയ്ക്കുക. വീടിന്റെ പുറകുവശത്ത് ചെടികൾ വളർത്തുന്നത് ഉത്തമമാണ്. ഞാൻ ഈ പരാമർശിക്കുന്ന ചെടികളാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് ഐശ്വര്യവും ഉയർച്ചയും നൽകുക തന്നെ ചെയ്യും. അതിൽ ആദ്യത്തേതായ ചെടി കറ്റാർവാഴയും ഞവരയുമാണ്. ഒരുമിച്ച് നട്ട് വളർത്തണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇവ സെപ്പറേറ്റ് ആയും ഒരുമിച്ചും വളർത്താം. എന്നാൽ ഒരുമിച്ച് വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം. നിങ്ങളുടെ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ്. ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ സഹായകരമായി തീരും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും. നിങ്ങൾക്ക് മുൻപിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരാം. ആരോഗ്യപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അനാരോഗ്യം ജീവിതത്തിൽ നിന്നും അകലും. ഉയർച്ചയാണ് ഫലമായി വന്നു ചേരുക. എന്നാൽ ഇതേക്കുറിച്ച് പുറത്ത് പറയാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾ ഇത്തരത്തിൽ ഒരുമിച്ച് വളർത്തുന്നു എന്ന് ഒരിക്കലും പരാമർശിക്കരുത് എന്ന കാര്യം ഓർക്കുക. ഇത്തരത്തിൽ വീടുകളിൽ ഒരുമിച്ച് വളർത്തുവാൻ ഉത്തമമായ മറ്റ് ചില ചെടികൾ കൂടിയുണ്ട്. അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. ആദ്യത്തേതായ ചെടി തുളസിയും മഞ്ഞളുമാണ്. തുളസിയും മഞ്ഞളും ഒരുമിച്ച് നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ ലക്ഷ്മി നാരായണ പ്രീതി വന്നു ചേരുന്നതിന് ഏറ്റവും ഉത്തമമാണ്. ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. വടക്ക്, കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് തുളസിത്തറയിൽ തുളസിയും മഞ്ഞളും ഒരുമിച്ച് നടുന്നത് ഏറ്റവും ഉത്തമമാണ്. ഈ പരാമർശിച്ച ദിശകളിലുണ്ട് എങ്കിൽ തീർച്ചയായും പ്രധാന വാതിൽ പോലെ പ്രാധാന്യമുള്ള പുറകുവശത്തെ വാതിലിന്റെ അടുത്തും നട്ടു വളർത്താവുന്നതാണ്. നെല്ലി, മഞ്ഞൾ രണ്ട് ചെടികളും ഒരുമിച്ച് നട്ടു വളർത്തുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെയും
മഹാവിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം വന്നു ചേരും. അഥവാ ലക്ഷ്മി നാരായണ പ്രീതിയാണ് വന്നു ചേരുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരമായി തീരും. കടബാധ്യതകൾ നിങ്ങളിൽ നിന്നും അകലാം. കാരണം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ, ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ്. അതിനാൽ ഏറ്റവും ഉത്തമമാകുന്നു. മറ്റൊരു സസ്യം ഞവര, അതോടൊപ്പം നന്ദ്യാർവട്ടമാണ്. ഈ രണ്ട് സസ്യങ്ങളും ഒരുമിച്ച് നിങ്ങൾ നട്ടു വളർത്തേണ്ടത് അനിവാര്യമാണ്. ഈ രണ്ട് സസ്യങ്ങളാണ് നട്ടു വളർത്തുന്നത് എങ്കിൽ അത് ആ വീട്ടിലെ സന്താനങ്ങൾക്കാണ് അനുകൂലമായി ഭവിക്കുക. സന്താനങ്ങൾക്ക് ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് സഹായകരമായി തീരും. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് ഉയർച്ച നേടുവാൻ സഹായകരമായി തീരും. വിദ്യയിൽ ഉയർച്ച, ധനപരമായ നേട്ടങ്ങൾ, തൊഴിൽ പുരോഗതി, തൊഴിൽ ലഭിക്കുക, ഒരു മനസ്സിനെ അലോസരപ്പെടുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം പോലും കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഉത്തമമാണ് ഈ സസ്യങ്ങൾ ഒരുമിച്ച് വളർത്തുന്നത്. മറ്റൊരു സസ്യം രാമതുളസിയും ശംഖുപുഷ്പവുമാണ്. രണ്ടും ഒരുമിച്ച് നട്ടു വളർത്തുക. കിഴക്ക് ദിശയിലാണ് നിങ്ങൾ വളർത്തുന്നത് എങ്കിൽ അത് ആ വീടുകൾക്ക് ഈശ്വരാധീനം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ്. ആ വീട്ടിലെ അംഗങ്ങൾക്ക് എപ്പോഴും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാനും തന്മൂലം അവർക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഏതൊരു കാര്യത്തിലും ഭാഗ്യം അനുകൂലമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള സസ്യങ്ങളാണ് ഇവ. അതിനാൽ തീർച്ചയായും രാമതുളസിയും ശംഖുപുഷ്പവും ഒരുമിച്ച് നട്ടു വളർത്തുവാൻ ശ്രമിക്കുക. ഇനി അഥവാ ഒരു സസ്യമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അതോടൊപ്പം പരാമർശിച്ചിരിക്കുന്നതായ അടുത്ത സസ്യം കൂടി വളർത്താം. അതിൽ തെറ്റില്ല. ആ കാര്യവും പ്രധാനമായും ശ്രദ്ധിക്കുക. കേടായവ ഉണ്ട് എങ്കിൽ, അഥവാ കേടായ സസ്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അവ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ്. വീണ്ടും നട്ടു വളർത്തുവാൻ ശ്രമിക്കുക. കൂടാതെ ജലം നിത്യവും ഒഴിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. അതായത് പരിപാലനം അനിവാര്യം തന്നെയാണ്. കൂടാതെ ഈ ഭാഗത്ത് അഴുക്ക് ജലം കെട്ടി നിൽക്കുവാനോ അല്ലെങ്കിൽ വരാനോ പാടുള്ളതല്ല. അത്തരത്തിലുണ്ട് എങ്കിൽ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അഥവാ കെട്ടി നിൽക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേക ശ്രദ്ധ, പരിഗണന നൽകേണ്ടതായിട്ടുണ്ട്. ഈ സസ്യങ്ങൾ വളർത്തുമ്പോൾ ഒരിക്കലും ഈ സസ്യത്തോട് ചേർന്ന് അല്ലെങ്കിൽ അടുത്തായി മുള്ളുള്ള ചെടികൾ പാടുള്ളതല്ല. ഇനി അഥവാ റോസ് ഉണ്ട് എങ്കിൽ ആകാം. കാരണം റോസ് സുഗന്ധമുള്ള പുഷ്പമായതിനാൽ തന്നെ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കില്ല എന്ന കാര്യം ഓർക്കുക. മറ്റ് മുള്ളുള്ള ചെടികൾ അവ സുഗന്ധമില്ലാത്ത പുഷ്പങ്ങളാണ് നൽകുന്നത് എങ്കിൽ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യം തീർച്ചയായും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. എന്നാൽ ഈ കാര്യം ഒരിക്കലും പുറത്ത് പറയുവാൻ പാടില്ല. അത് ബന്ധത്തിലുള്ളവരോടാണ് എങ്കിൽ പോലും പറയാൻ പാടുള്ളതല്ല. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രമേ ഈ കാര്യം അറിയുവാൻ പാടൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഈ കാര്യം ചെയ്യുക.